കാസർഗോഡ് പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ മുൻ MLA KV കുഞ്ഞിരാമൻ അടക്കം 14 പ്രതികൾ കുറ്റക്കാരെന്ന് എറണാകുളം CBI കോടതി. 10 പ്രതികളെ കോടതി വെറുതെ വിട്ടു. എറണാകുളം CBI കോടതി ജഡ്ജ് N ശേഷാദ്രിനാഥനാണ് വിധി പ്രസ്താവിച്ചത്. ജനുവരി 3-ന് ശിക്ഷാവിധി പ്രസ്താവിക്കും. CPM പ്രാദേശിക തലം മുതൽ ജില്ലാ തലം വരെയുള്ള നേതാക്കൾ പ്രതികളായതാണ് കേസ്. കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്കെതിരെയാണ് കൊലക്കുറ്റം തെളിഞ്ഞത്. ക്രിമിനൽ ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ ഉൾപ്പെടെയുള്ള കുറ്റങ്ങളും തെളിയിക്കപ്പെട്ടു. 1-ാം പ്രതി പെരിയ മുൻ ലോക്കൽ കമ്മിറ്റി അംഗം A. പീതാംബരൻ, 2-ാം പ്രതി പീതാംബരന്റെ സഹായിയും സുഹൃത്തുമായ CJ സജി, 3-ാം പ്രതി KM സുരേഷ്, 4-ാം പ്രതി K. അനിൽകുമാർ, 5-ാം പ്രതി ജിജിൻ, 6-ാം പ്രതി ശ്രീരാഗ്, 7-ാം പ്രതി A. അശ്വിൻ, 8-ാം പ്രതി സുബിൻ എന്നിവർക്കാണ് കൊലപാതകത്തിൽ നേരിട്ട് പങ്കുള്ളത്. 10-ാം പ്രതി T. രഞ്ജിത്ത്, 14-ാം പ്രതി ഉദുമ മുൻ ഏരിയ സെക്രട്ടറി K. മണികണ്ഠൻ, 15-ാം പ്രതി വിഷ്ണു സുര, 20-ാം പ്രതി ഉദുമ മുൻ MLA KV കുഞ്ഞിരാമൻ, 21-ാം പ്രതി രാഘവൻ വെളുത്തോളി, 22-ാം പ്രതി KV ഭാസ്കരൻ എന്നിവരെ കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തി. 15-ാം പ്രതി വിഷ്ണു സുര കോടതിയിൽ വികാരാധീനനായി വധശിക്ഷ തന്നെ വേണമെന്ന് പ്രതി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഗൂഢാലോചന കുറ്റം ചുമത്തപ്പെട്ട CPM നേതാക്കൾ കൂടി കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത് പ്രതിഭാഗത്തിനും CPM-നും തിരിച്ചടിയാണ്. CBI അന്വേഷണം ഒഴിവാക്കാൻ സർക്കാർ സുപ്രീം കോടതി വരെ പോയിരുന്നു. ശാസ്ത്രീയ തെളിവുകൾ കോർത്തിണക്കിയായിരുന്നു CBI അന്വേഷണം. CBIക്ക് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ ബോബി ജോസഫാണ് ഹാജരായത്. ശിക്ഷാവിധി ജനുവരി 3-ന് പ്രഖ്യാപിക്കും. 2019 ഫെബ്രുവരി 17-നാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത് ലാലിനെയും കൃപേഷിനെയും CPM ക്രിമിനൽ സംഘം കൊലപ്പെടുത്തിയത്. ശാസ്ത്രീയ തെളിവുകൾ കോർത്തിണക്കിക്കൊണ്ടുള്ള CBI അന്വേഷണം, ഒപ്പം അന്തിമ വിജയം വരെ ശരത് ലാലിന്റെയും കൃപേഷിന്റെയും കുടുംബം നടത്തിയ നിയമ പോരാട്ടം, അങ്ങനെ 14 പേർ കുറ്റക്കാരാണെന്ന് CBI കോടതി വിധിച്ചിരിക്കുന്നു. ക്യാമറാമാൻ സന്തോഷ് തിരുമലയ്ക്കൊപ്പം ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി.